അപ്പോൾ ഇത്തരത്തിൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളും തെരഞ്ഞെടുപ്പ് കാര്യവുമൊക്കെ കാര്യമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ മലയാളികളെ സംബന്ധിച്ച് കേരളത്തിൽ മാത്രമല്ല എവിടെ എന്ത് വിശേഷം വാർത്തയുണ്ടായാലും നമുക്ക് അത് ചർച്ചയാക്കാനുള്ള ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ചും വിജയിയെ സംബന്ധിച്ചുള്ള കാര്യമൊക്കെ ആണെങ്കിൽ നമുക്കത് കൂടുതൽ ആവേശകരവുമാണ്. കാരണം വിജയ്ക്ക് കേരളത്തിലും വലിയ ഫാൻ ബേസ് ഒക്കെ ഉള്ള ആളാണ് എന്നുള്ളതാണ്. സ്ഥിരമായിട്ട് നമ്മൾ വിജയുടെ സിനിമകൾ കാണുന്ന ആളുകൾക്കറിയാം, ഐ ആം വെയിറ്റിംഗ്. പണ്ട് ദളപതിയുടെ ഡയലോഗ് ഇത്തരത്തിലായിരുന്നു. എങ്കിൽ ഐ ആം കമ്മിങ് ഇതാണ് ഏറ്റവും പുതിയ ജനനായകനിലെ ട്രെയിലറിൽ നമ്മൾ കേട്ട ഡയലോഗ്. അതെ, സിനിമ ഭൂമിക വിട്ട് രാഷ്ട്രീയ ഭൂമികയിലേക്കുള്ള ആ വരവിന് സമയം അടുത്തിരിക്കുന്നു, ആ വരവ് കുറിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും ആ ജനനായകൻ ട്രെയിലറിലൊക്കെ ഇക്കാര്യം കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒറ്റയ്ക്കാകുമോ അതോ താമര തണലിൽ ആകുമോ എന്നറിയാൻ കൂടി നമ്മൾ കാത്തിരിക്കുകയാണ്. അത്തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് വിജയുടെ ഭാഗത്തു നിന്നും വരുന്നത്. അപ്പോൾ വിജയെ BJP കൂട്ടുപിടിക്കുമോ? കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിജയ്ക്ക് ഫാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇന്ന് പക്ഷേ ഇത് നമ്മൾ ചോദിക്കുന്നത് തമിഴ്നാടിനോട് ഏറെ ചേർന്ന് നിൽക്കുന്ന പാലക്കാടുകാരോടാണ്. അപ്പോൾ അജിത് ബാബുവിനോട് പാലക്കാടുകാർ, പ്രത്യേകിച്ചും തമിഴ് സംസാരിക്കുന്ന കുറച്ച് ആളുകളൊക്കെ അജിത്തിനോട് അവരുടെ ഒരു അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അജിത്തിനോട് എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത്? വിജയിൽ അവർക്കുള്ള പ്രതീക്ഷ ഏത് രീതിയിലാണ്? വിജയ് BJPക്കൊപ്പം പോകുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ സംസാരിക്കുകയാണ്. നമുക്ക് അവരുടെ പ്രതികരണം കൂടി കേൾക്കാം. തമിഴ്നാട്ടിൽ ശ്രദ്ധേയമായ രാഷ്ട്രീയ ചലനങ്ങളാണ് ഉണ്ടാവുന്നത്. TVKയുമായി സഖ്യമുണ്ടാക്കാൻ BJP ശ്രമം നടത്തുന്നു എന്ന വാർത്തകൾ വരുന്നു. ജനങ്ങളുടെ പ്രതികരണങ്ങൾ കേൾക്കാം. മക്കളിടുമ്പോൾ വോട്ട് ഞാനുണ്ട്, പിന്നെ എന്താക്കാം? മക്കളെ വിജയിക്കാൻ വോട്ട് ഇടുന്ന പറയുന്നുണ്ട്, അപ്പോൾ നമ്മളിടാം, അല്ലാണ്ട് എന്താക്കാം? BJP സിനിമ കാണും, അത്ര തന്നെ ഇഷ്ടം. ബാക്കി ഇഷ്ടമൊന്നും രാഷ്ട്രീയത്തിൽ നമുക്ക് അത്ര ഇതില്ല. സിനിമ കാണും മൂപ്പല്ലേ. சகஜரியம் சினிமாவில் ஸ்டார் ஆயாச்சு, அரசியலில் முடிஞ்சால் பார்க்கலாம். டிவிக்கே டோட்டலி வேஸ்ட். எந்த ஒரு கொள்கையும் கிடையாது, பசங்களும் ஒன்றும் சரி கிடையாது. எந்த ஒரு மீட்டிங் போனாலும் ஒரு ஒழுங்குமுறைன்றது ஒன்றும் கிடையாது. ஒரு அரசியல் நாகரிகம் എന്നാണെന്ന് தெரியல ഒന്നും. കുഴപ്പമില്ല, നല്ല നടികനാണ്. രാഷ്ട്രീയത്തിൽ വന്നിട്ടല്ലേ ഉള്ളൂ. ഞാൻ പക്വതയ്ക്കൊന്നും വരാനില്ല. ഒറ്റയ്ക്ക് എന്തായാലും തോൽക്കും. ഏതെങ്കിലും പാർട്ടികളെ കൂട്ടുണ്ടെങ്കിൽ ജയിക്കാൻ പറ്റുള്ളൂ. കണ്ടിപ്പാ വിജയിക്കാം. TVK തമിഴക വീട്ടിലേക്ക് അരകാം. തമിഴ്നാട്ടിൽ TVKയുമായി സഖ്യമുണ്ടാക്കാൻ കഴിഞ്ഞാൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്നാണ് BJP കണക്കുകൂട്ടുന്നതെന്നാണ് വിലയിരുത്തൽ. അങ്ങനെയാണെങ്കിൽ അതിനോട് TVKയുടെ പ്രതികരണമാണ് ഇനി അറിയേണ്ടത്. ക്യാമറമാൻ രമേശ് റാമിനൊപ്പം അജിത് ബാബു, ന്യൂസ് മലയാളം. അപ്പോൾ അങ്ങനെയാണ് വിജയെക്കുറിച്ചുള്ള ആളുകളുടെ പ്രതീക്ഷ. വിജയ് മുഖ്യമന്ത്രിയാകണമെന്നതടക്കമുള്ള ആഗ്രഹമുള്ള ആളുകളുണ്ട്. പക്ഷേ BJPക്കൊപ്പം പോകുന്നു എന്നുള്ളതിനെ കുറച്ച് പ്രശ്നമുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം വിജയുടെ രാഷ്ട്രീയ ഭാവി ഏത് രീതിയിലാകും എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ജനകീയ പ്രതികരണങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞു. നാളെ ഇനിയും നമുക്ക് കൂടുതൽ വിഷയങ്ങളുമായി അത്തരം വിഷയങ്ങൾ കൂടുതൽ ആളുകളുടെ പ്രതികരണത്തിലേക്കൊക്കെ വരാം.